ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ബാസ്മതി അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് 1 കപ്പ് ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. കൂടെ 300 ഗ്രാം ചിക്കനും എടുത്തിട്ടുണ്ട്. ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എരിവനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല, മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ചതച്ച പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതിനെ മാറ്റി വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ്, 1/2 കപ്പ് കട്ടിയുള്ള പുളിപ്പില്ലാത്ത തൈര്, 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ ബിരിയാണിയിലിടുന്ന പോലെ ഉള്ളിയും തക്കാളിയൊന്നും ഹൈദരാബാദി ബിരിയാണിയിൽ ഇടാറില്ല. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മസാലകളൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കുക. ഇനിയൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ബിരിയാണി ഇല, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂണ് എണ്ണയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച ബാസ്മതി അരി ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. അരി നന്നായിട്ട് വേകാനും പാടില്ല, പകുതി വേവായിട്ട് കിട്ടിയാലും മതി. ചോറ് ഇതുപോലെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകണം. ഇനി ഇതിനെ ഊറ്റി മാറ്റി വയ്ക്കുക. ചോറ് ഊറ്റിയ വെള്ളം കളയരുത്, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിൽ നീളത്തിലരിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതുപോലുള്ളൊരു പാത്രത്തിലിടുക. എന്നിട്ട് ഒരു ദോശക്കല്ല് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി ചിക്കൻ ഇട്ട പാത്രം അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ പകുതി വേവിച്ച ചോറ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു ചെറിയ പാത്രത്തിൽ 2 ടേബിൾ സ്പൂണ് പാലെടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സാധാരണ കുങ്കുമപ്പൂവിൻ്റെ പാലാണ് ഉപയോഗിക്കാറ്, അതില്ലെങ്കിൽ ഇതുപോലെയും ചെയ്യുക. ഇത് ലെയർ ചെയ്ത് വെച്ച ചോറിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ബിരിയാണി മസാലയും കുറച്ചിട്ട് കൊടുക്കണം. ഇതോടെ ദമ്മിൻ്റെ ആദ്യത്തെ ലെയറായി. ഇനി ബാക്കിയുള്ള ലെയറുകളും ഇതേപോലെ തന്നെ ചെയ്യണം. ഇനി ഇതിലേക്ക് ചോറ് ഊറ്റുമ്പോൾ മാറ്റി വെച്ച വെള്ളം 2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ ചിക്കൻ തനിച്ച് വേവിച്ചിട്ടില്ല, അത് ഈ ദമ്മിൽ കിടന്ന് തന്നെ വേവാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആവി കടക്കാത്ത രീതിയിൽ ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും ഇതിനെ ദമ്മിടുക. നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡിയായി. മുന്നേ പറഞ്ഞ പോലെ ചിക്കൻ തനിച്ച് വേവിച്ചിട്ടില്ല, ഈ ദമ്മ് കിടന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക.